നേരെ പോയി മേലെ ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ട്, അതുകൊണ്ട് പോയിട്ട് അതിലൂടെ പോകും. മല ഓരത്തിൽ ഇതിലേക്ക് നേരെ പോകും. 5 കിലോമീറ്റർ ആണ് അല്ലേ? 5 കിലോമീറ്റർ ഇല്ല, ബൈക്ക് പോകുമോ? ബൈക്കിലും പോകും. ബൈക്ക് അത്ര വരെ പോകും. നമസ്കാരം സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചാർലി വേണ്ടിയിൽ നിന്ന് പോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഇടണേ കേട്ടോ. അപ്പോൾ വരാനിരിക്കുന്നവരും പറയണം ഇതെങ്ങനെ ഉണ്ട്, കാണാൻ കൊള്ളാമോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ഈ ലൊക്കേഷനാണ്. രാവിലെ വന്നുകൊണ്ട് നമുക്ക് നല്ലോണം സമയമുണ്ട്. പിന്നെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പം വിഷ്ണു സെർച്ച് ചെയ്യുകയാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല ലൊക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് വീഡിയോ എടുക്കാം. ഇവിടെ വലിയൊരു മരം നിൽപ്പുണ്ട് കണ്ടോ. അതിൻ്റെ അടുത്ത് കല്ലറ പോലെ എന്തോ സംഭവം അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ പുറകിലായിട്ട് എന്തോന്ന് അറിയത്തില്ല. വേണേ ഇവിടെ പണ്ട് താമസിച്ച ആൾക്കാരുടെ എല്ലാം ശവകുടീരമായിരിക്കും അത്. ഇവിടുന്ന് ആ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വഴിയുണ്ട് കേട്ടോ. അവിടുന്ന് താമസമൊക്കെ ഉണ്ട് ഭാഗത്തോട്ട്. അടിപൊളി പ്ലേസ് ആണ്, നിങ്ങൾ വന്ന് കാണാൻ വേണ്ട. ഇപ്പോൾ കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ. വഴിയും തേയിലത്തോട്ടവും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിൽ നെൽക്കതിർ നട്ടേക്കുന്ന റൂട്ടാണ്. ഒരു ഹൈറ്റിൽ ഇതുപോലെ നിരന്ന് നിൽക്കുന്നു. പക്ഷെ ഇത് മലയിലാണെന്നേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ ചതുപ്പിനകത്ത് നട്ടേക്കുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇതേണ്ട ഈ ചെറിയ കാടിനുള്ളിൽ ഇതേണ്ട ഒരു കല്ലറ ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ പേരും ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയൊരു ലൊക്കേഷൻ നോക്കി ഞങ്ങൾ പോവാണ്. ഇവിടെ നിന്ന് ഇനി നിൽക്കുന്നില്ല. ഇതേണ്ട ഇവിടെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ, പഴയത്. എല്ലാം പൊളിഞ്ഞു പോയി. ഒരു കാറ് വരുന്നുണ്ട് കേട്ടോ. അവർ ഈ ലൊക്കേഷൻ നോക്കി വന്നതായിരിക്കും. സത്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ബൈക്ക് കൊണ്ട് കയറ്റി വിട്ടില്ല. ഞാനിപ്പോൾ കാറ് വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ഇവിടുന്ന് നല്ല രസമുണ്ട് ഇത് കാണാനില്ല. സൂക്ഷിച്ച് നോക്കിയേ, മരത്തിൻ്റെ അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു പശു കണ്ടോ. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് നിന്നു നോക്കി നോക്കി പോകുന്നുണ്ടോ. നല്ല രസമുണ്ട്. കണ്ട അതിൻ്റെ കഴുത്തിൽ കയറൊന്നുമില്ല, ഒന്നുമില്ല കണ്ടോ. അഴിച്ചു വിട്ടേക്കുവാ മേയാനായിട്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ തന്നെ ആയിരിക്കും പശു. അധികം കാടൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരിയാണോ? ശരിയാണോ? അപ്പൊ ഫാമിലി ആയിട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ. അത് ഇതുപോലെ ഫ്രീ ആണെങ്കിൽ തിരക്കാണെങ്കിൽ പാടാം. ശരിയാണ്. അത് ഞായറാഴ്ച രാവിലെ വരുവാണെങ്കിൽ പണിയുള്ള സമയത്ത് വന്ന വണ്ടി കയറ്റണം. ഭയങ്കര എല്ലാവരും ചോദിക്കില്ലേ. എന്റെ പേരെന്താ? രവി. ഈ പ്ലാന്റിന്റെ വാച്ച്മാനാണ് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു ഞങ്ങളോട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോവാണ്.
പോയിട്ടെന്നോ? ഇതൊന്ന് കയറി കണ്ടിട്ട് വന്നാലോ നോക്കാം. 6 കിലോമീറ്റർ അല്ലല്ലോ. ആ സമയം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയാൽ മതിയല്ലേ. ഇതെന്തായിരുന്നു കാണാൻ? കാണാം. ഇവിടെ എല്ലാം ആൾത്താമസമാണ് കേട്ടോ. ഇത് സ്കൂളാണ് കേട്ടോ, അവരുടെ ചെറിയ സ്കൂളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, വണ്ടിയൊക്കെ ഉണ്ട്. ഈ ഭാഗത്തെല്ലാം വണ്ടിയൊക്കെ വരുന്നതാണ്. നല്ല റോഡാണെന്ന് തോന്നുന്നു. ഇത് എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഈ മൊത്തം ഭാഗങ്ങളും എല്ലാ ഏരിയകളും കേട്ടോ. ഇവിടെ എല്ലാം ആൾത്താമസമുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ഭാഗങ്ങളിലെല്ലാം തമിഴ് സ്റ്റൈല് കാണാൻ പറ്റും. വീടുകളും മിക്കവാറും സ്ട്രക്ചറൊക്കെ തമിഴ് സ്റ്റൈലായിരിക്കും. പിന്നെ ഇതേണ്ട ഇവിടെ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം തമിഴ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും പറയാനില്ല. നേരിട്ട് കണ്ടോ, അടിപൊളി സ്ഥലമല്ലേ. ഈ കാഴ്ച കണ്ടിങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ പോകുന്ന വഴിയോരത്തെല്ലാം ചെറിയ വീടുകളുണ്ട് കേട്ടോ. ചെറിയ വീടുകൾ, അതിലെല്ലാം ആൾക്കാർ താമസമുണ്ട് കേട്ടോ. ഈ എസ്റ്റേറ്റിനോട് അടുത്ത് കിടക്കുന്ന ആൾക്കാരാണ് ഈ കൂടുതലും അതിനകത്ത് വർക്ക് ചെയ്യുന്നവരാണ് ഇതിനകത്ത് താമസിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലം ഏലത്തോട്ടങ്ങളാണ്. അതിനിടയ്ക്ക് ചെറിയ വഴികളുണ്ട്. അതെല്ലാം ഈ ഓരോരുത്തർ വീട് വെച്ച് താമസിക്കുന്നിടത്തോട്ട് പോകാൻ വേണ്ടിയുള്ള കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. എന്തുവാണെന്ന് അറിയില്ല. ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു ശിവക്ഷേത്രം. അത് അവിടെ വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ആ വീടിരിക്കുന്നുണ്ടോ. ഇത്രയും തേയിലത്തോട്ടത്തിന് നടുക്കായിട്ട് സൈഡിൽ ആ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം മലകളും. നല്ല രസമല്ലേ. இந்த റോഡ് மட்டும்தான் கொஞ்சம் പ്രോബ്ലം. ഇതുകൊണ്ട് കണ്ടോ, ഇതെല്ലാം കുഴിയാണ് കേട്ടോ. മൊത്തം കുഴി. ഇച്ചിരി ടാസ്ക്കാണ് അവിടെ വരെ. ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് ആള് പറഞ്ഞത്. അപ്പോൾ നമ്മളിനിയിപ്പം റോഡിൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും, പോയി വരാനുള്ള ടൈം എടുക്കും. അപ്പോൾ എല്ലാവരും ക്ഷമയോടിരിക്കുക. ആ മലയുടെ മുകളിലല്ലായിരിക്കും കേട്ടോ. ആ മലയുടെ മുകളിലല്ലായിരിക്കും. അത്രയാണെന്നുണ്ട് 6 കിലോമീറ്റർ. പിന്നെ നടക്കണമെന്നല്ലേ പറഞ്ഞു. ഇവിടെ ഒരു പശു പോകണം കേട്ടോ. ഇവിടെ ഒരു സ്മാരകമുണ്ട്. എന്തിൻ്റെയാണോ അറിയത്തില്ല. അവിടെ ഒരു സ്മാരകം വെച്ചിട്ടുണ്ട്. അതിന് പട്ടാളക്കാരുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് വീടുകളുണ്ട് കേട്ടോ. ലെയ്ത്താന്ന് തോന്നുന്നു കേട്ടോ. നെറ്റ്വർക്കാണോ? ഇല്ല ഇല്ല. എന്താ വഴി തിരിച്ചറിയാനാണോ? ഇത് കിണറാണ് കേട്ടോ. അതോ കുഴി വെറുതെ എടുത്തിട്ടേക്കാണെന്ന് അറിയത്തില്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളക്കുഴിയാണ് ഇതെല്ലാം. തിരിച്ചു വരുമ്പോൾ നിർത്തണം. തിരിച്ചു വരുമ്പോഴാണ് ആ വെള്ളത്തിലൊന്നിറങ്ങാം. എന്ത് രസമുണ്ട് ഇല്ലയോ. ദൂരെ മലകൾ, അതിന് താഴെ ഏതാണ്ട് ഇതെല്ലാം ഇങ്ങനെ തേയിലത്തോട്ടമാണ് മൊത്തം. ഈ ഭാഗം മൊത്തം കേട്ടോ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എസ്റ്റേറ്റിൻ്റെ പേരെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടുന്ന് താഴെ എല്ലാം വീടുകളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മിസ് ചെയ്താണ് ഈ ഭാഗമൊക്കെ. കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. ശിവമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആ മലയുടെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങളും കോട്ടയത്തിൻ്റെ ഭാഗമൊക്കെ കാണാൻ പറ്റും എന്നാണ് ആൾ പറഞ്ഞത്. എന്തായാലും നമ്മൾ പോയി നോക്കാം. ഓക്കെ. ഈ ശിവമലക്ക് ഇവിടുന്ന് ശിവമല നേരെ പോയിട്ടാ പോകും. നേരെ പോയാൽ മതി. നേരെ പോയി ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ട്. അതുകൊണ്ട് പോയിട്ടാ അതിലേക്ക് പോകും. அந்த മല ഓരത്തിൽ ഇതിലേക്ക് നേരെ പോകും. 5 കിലോമീറ്റർ ആണോ അല്ലേ? 5 കിലോമീറ്റർ ഇല്ല. ബൈക്ക് പോകുമോ? ബൈക്കിലും പോകും. ബൈക്ക് അത്ര വരെ പോകും. ഇതുണ്ടോ, പഴയ സ്റ്റൈലൊരു ബിൽഡിംഗ് ആണ്. കണ്ടോ, എല്ലാം പൊളിഞ്ഞു പോയി. എൻ്റെ ഈ ചെറിയ കെട്ടിടം കണ്ടോ, ഇത് ആർക്കെങ്കിലും ഇരിക്കാനൊക്കെ വേണ്ടിയായിരിക്കും ഉണ്ടാക്കിയത്. എൻ്റെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ 2 വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വാട്ടർ ടാങ്ക് ഒരെണ്ണം. നമ്മൾ വന്ന വഴിയിൽ ശ്രദ്ധിച്ചാലറിയാം, ഇവർ ഒരു കൂട്ടമായിട്ട് താമസിക്കുന്നത്. ഒരു ഏരിയയിലാണ് ഇവർ താമസിക്കുന്നത്. 10-200 മീറ്റർ മാറി ഓരോ വീടുകൾ, അല്ലെങ്കിൽ 2-3-4 വീടുകൾ അടുപ്പിച്ച് അങ്ങനെയാണ് താമസം. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ ഇതുണ്ടല്ലോ, എന്തോ പാലമരം, നമ്മുടെ പാലമരമാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട്, അതിൻ്റെ ചുവട്ടിൽ ദേവീദേവന്മാരെയൊക്കെ വെച്ച് ആരാധനയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അറിയാഞ്ഞിട്ടാണ് ചെറിയ മല നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം മലയാണ്. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കാണാനല്ലേ. വഴി തീരുന്നില്ല, വഴി ഇഷ്ടംപോലെ വഴി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴാണ് ഒരു ബൈക്ക് പോകുന്നത് കാണുന്നത്. ഇവിടെ നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും യാത്ര ചെയ്താൽ തീരാത്ത അത്ര കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ. ഇത് ഈ പുറകെ കാണുന്ന ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. അവിടെ വെച്ച് ആരാധനയൊക്കെ ഉള്ളതാണ്. ഇനി അങ്ങോട്ട് നല്ലൊരു കയറ്റാണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ അടിപൊളി പ്ലേസ് ആണല്ലോ, മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇപ്പോൾ നമ്മൾ വഴി വെച്ച് ആ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു കോൺക്രീറ്റ് റോഡിലോട്ട് നമ്മളിപ്പോൾ കയറിയിട്ടുണ്ടേ. എൻ്റെ പിന്നിൽ കാണുന്ന ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി രസമല്ലേ കാണാൻ. വഴിയെല്ലാം കാണാം നമുക്ക്, വീടും വഴിയെല്ലാം മലകളും എല്ലാം നേരെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യാത്ര തുടരുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് കാണാം കേട്ടോ.